കഴിഞ്ഞ വർഷത്തെ പൂരത്തിനുണ്ടായ ആശങ്കകളൊന്നുമില്ലാതെ ഇത്തവണ കുറ്റമറ്റ രീതിയിൽ പൂരം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ദേവസ്വങ്ങളും ഒരുപോലെ നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നു. ഏറ്റവും വലിയ പ്രതിസന്ധിയെ ആദ്യഘട്ടത്തിൽ നിലനിന്നിരുന്ന ആനകളുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടാണ്. ആനകളുടെ എഴുന്നള്ളിപ്പിൽ കോടതിയിൽ നിന്ന് തന്നെ അനുകൂലമായൊരു നിലപാട് വരുന്നു. അത് കഴിയുമ്പോഴാണ് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. വെടിക്കെട്ടിനും ഒരു പരിഹാരം, വെടിക്കെട്ട് നടത്തിപ്പിനും ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നു. എല്ലാവരുടെയും ഐക്യത്തോടു കൂടിയുള്ള ഒരു നിലപാടിലൂടെയാണ് സത്യത്തിൽ ഇത്തവണത്തെ പൂരം നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു അഭിപ്രായം ആരെങ്കിലും ഉയർത്തുകയും അവസാന നിമിഷം വരെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി അവസാന നിമിഷമാണ് പൂരം നടക്കാറ്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ തന്നെ ആശങ്കകൾ ഒഴിഞ്ഞ് കാർമേഘങ്ങൾ മാറി പൂരത്തിനായി തൃശ്ശൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ആശ്വാസവും സന്തോഷവും തൃശ്ശൂർ പൂരം നടത്തിപ്പുകാർക്കുണ്ട്, പൂരപ്രേമികൾക്കുണ്ട്, ഈ ദേശത്തിലുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് പൂരപ്രേമികളാണ് 3 ദിവസം, അതായത് തലേ ദിവസം തെക്കേ ഗോപുരനട തള്ളിത്തുറക്കുന്നത് മുതൽ 3-ാം ദിവസം പൂരം വൈകിട്ട് വെടിക്കെട്ടോടുകൂടി സമാപിക്കുന്നതുവരെ, അവസാനം പൂരക്കഞ്ഞി കുടിച്ച് മടങ്ങുന്നതുവരെ ഇവിടെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പൂരത്തോടനുബന്ധിച്ചുള്ള 100% ഒരുക്കം പൂർത്തീകരിച്ചു. അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫിനിഷിങ് കാര്യങ്ങളാണ്. അതായത് പന്തലിൻ്റെ 4-ാം തീയതി കൂടിയിട്ട് പന്തലിൻ്റെ എല്ലാവിധ ഇലുമിനേഷൻ വർക്കും എല്ലാം വളരെ ഭംഗിയാവും. ഇനി ഇവിടെ നിന്നുള്ള പൂരനാളുകൾ എല്ലാ ആഘോഷത്തെ തിമിർപ്പിൻ്റെ ആളുകളാണ്. എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. എല്ലാവർക്കും പൂരാശംസകൾ നേരുന്നു. അപ്പോൾ ഈ മന്ത്രി എന്ന നിലയിൽ ഒരു സന്തോഷം, ഒരു ആശ്വാസമല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത്തവണ ഒരു പ്രശ്നമില്ല. ഇത്തവണ അടിപൊളിയാണ്. തൃശ്ശൂരിലെ പൂരത്തിന് ലോകം വരാൻ പോവുകയാണ്. ഇത് ഇനി മുതൽ തൃശ്ശൂർ ലോകത്തിൻ്റെ പൂരാസ്വാദകരുടെ തലസ്ഥാനമായിട്ട് മാറാൻ പോവുകയാണ്. തിരുവമ്പാടി ഭഗവതിയുടെ കൊടിയേറ്റം കഴിഞ്ഞു. ഏതാനും സമയങ്ങൾക്കകം പാറമേക്കാവ് കൊടിയേറും. ഇനി പൂരദിനങ്ങളാണ്. തൃശ്ശൂരിൻ്റെ ഓരോ ശബ്ദത്തിലും കൊട്ടിൻ്റെ താളം ഉണ്ടാകും, പീപ്പിയുടെ ബഹളം ഉണ്ടാകും, വെടിക്കെട്ടിൻ്റെ ആരവം ഉണ്ടാകും, ആൾക്കൂട്ടത്തിൻ്റെ സന്തോഷം ഉണ്ടാകും. തൃശ്ശൂർ പൂരാരവത്തിൻ്റെ നാടുകളിലേക്ക് കടക്കാൻ പോവുകയാണ്. 5-ാം തീയതി രാവിലെ നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുരനട തള്ളി തുറക്കുന്നതോടുകൂടി പൂരവിളംബരം ആരംഭിക്കുമെങ്കിലും കൊടിയേറ്റത്തോടു കൂടി തന്നെ നഗരം പൂരത്തിൻ്റെ നടുവിലായി. ഇത്തവണ ആനയുടെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് പോലെ സംശയങ്ങളൊന്നുമില്ല. വെടിക്കെട്ട് 20,000-ത്തിലധികം ആളുകൾക്ക് കൂടുതൽ നിന്ന് കാണാം. തുടക്കത്തിലെ തിരുവമ്പാടിയുടെ കൊടിയേറ്റം തന്നെ ഈ പൂരത്തിൻ്റെ എണ്ണം പിടിച്ചാൽ കിട്ടാത്തതിലും കൂടുതലാകും എന്ന് പറയുന്നു. തൃശ്ശൂർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ആളുകളെയും പോലീസിനെയും നിർത്തി വിരട്ടി വരുന്നവരെ ഒഴിവാക്കലല്ല, വരുന്നവരെ മുഴുവൻ സ്വീകരിക്കാം. ഇവിടെ എല്ലാവർക്കും ഇടമുണ്ട്, ഇവിടെ എല്ലാവർക്കും കാണാം, എല്ലാവർക്കും കൂടാം. അപ്പോൾ പൂരം അടിപൊളിയാക്കാം. എല്ലാവർക്കുള്ള ഇടമായി തൃശ്ശൂർ പൂരത്തെ മാറ്റുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും എല്ലായിടത്തും എത്താം. തിരുവമ്പാടി പൂരം കൊടിയേറിയിരിക്കുന്നു. ഇനി പാറമേക്കാവിന്റെ ചടങ്ങാണ്. അത് അല്പസമയത്തിനകമാണ്. തിരിച്ചെത്താം.